മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അരങ്ങേറുന്നത് അത്യന്തം നാടകീയമായ സംഭവ വികാസങ്ങളാണ്. സംഘടനയുടെ വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ പൊട്ടിപ്പുറപ്പെട്ട തർക്കങ്ങളും അതിനെ തുടർന്ന് ഭരണസമിതി ഒന്നടക്കം രാജിവെച്ചതും മലയാള സിനിമാ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് നടി അൻസിബ ഹസൻ താൻ ഇനി അമ്മയുടെ ഭാരവാഹിത്വത്തിലേക്ക് മത്സരിക്കാനില്ലെന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് സംഘടനയുടെ വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നത്. എന്നാൽ വാർഷിക റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും പാസാക്കുന്നതുമായി ബന്ധപ്പെട്ട യോഗം കലുഷിതമായി. ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ അവതരിപ്പിച്ച കണക്കുകളിൽ വ്യക്തതയില്ലെന്ന് ആരോപിച്ച് സിദ്ദിഖ്, ബാബുരാജ്, ഇടവേള ബാബു തുടങ്ങിയ പ്രമുഖ താരങ്ങൾ ശക്തമായി രംഗത്തെത്തി. രഞ്ജി പണിക്കർ ഉൾപ്പെടെയുള്ളവർ കണക്കിലെ പിഴവുകൾ ചൂണ്ടിക്കാട്ടിയതോടെ വിഷയം കൂടുതൽ വഷളായി. കണക്കുകൾ പഠിക്കാൻ 45 ദിവസത്തെ സമയം വേണമെന്ന് പ്രസിഡന്റ് ശ്വേതാ മേനോൻ ആവശ്യപ്പെട്ടെങ്കിലും അത് തള്ളപ്പെടുകയായിരുന്നു. തർക്കം രൂക്ഷമായതോടെ ശ്വേതാ മേനോൻ വൈകാരികമായി പൊട്ടിത്തെറിച്ചു. തനിക്ക് യാതൊരു രാഷ്ട്രീയവുമില്ലെന്നും എന്നാൽ തന്നെ മനഃപൂർവ്വം BJP അനുഭാവിയായി ചിത്രീകരിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും അവർ തുറന്നടിച്ചു. കടുത്ത അമർഷത്തോടെ സ്റ്റേജിൽ കയറി രാജി പ്രഖ്യാപിച്ച ശ്വേതാ മേനോൻ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ബാബുരാജിന്റെ നേതൃത്വത്തിൽ മുതിർന്ന അംഗങ്ങൾ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. പിന്നാലെ ഭരണസമിതി ഒന്നടങ്കം രാജിവെക്കുന്ന സാഹചര്യങ്ങളുണ്ടായി. ഈ യോഗത്തിൽ അൻസിബ ഹസൻ ഉന്നയിച്ച ചോദ്യങ്ങൾ വലിയ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. അൻസിബയുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകാൻ ഭരണസമിതിക്ക് കഴിഞ്ഞിരുന്നില്ലെന്ന് നടി മാലാ പാർവതി പിന്നീട് വെളിപ്പെടുത്തുകയുണ്ടായി. ഈ സാഹചര്യത്തിലാണ് അൻസിബയുടെ നേതൃത്വത്തിലുള്ള ഒരു യുവനിര സംഘടനയെ നയിക്കണമെന്ന ആഗ്രഹം മാലാ പാർവതി പങ്കുവച്ചത്. അൻസിബയുടെ ഇടപെടലുകൾ യോഗത്തിലുണ്ടായ 2 അഭിപ്രായങ്ങളെ ഏകീകരിക്കാൻ സഹായിച്ചിരുന്നുവെന്നും അവർ സാക്ഷ്യപ്പെടുത്തി. എന്നാൽ താൻ നേതൃത്വത്തിലേക്ക് വരണമെന്ന നിർദ്ദേശങ്ങളോട് ഫേസ്ബുക്കിലൂടെ അൻസിബ ഹസൻ കൃത്യമായ മറുപടി നൽകി. താൻ ഇനി അമ്മയുടെ ഒരു ഭാരവാഹിത്വത്തിലേക്ക് മത്സരിക്കാനോ സ്ഥാനങ്ങൾ വഹിക്കാനോ ആഗ്രഹിക്കുന്നില്ലെന്ന് അൻസിബ വ്യക്തമാക്കി. തനിക്ക് ലഭിച്ച വലിയ അംഗീകാരം പ്രവർത്തകരുടെ സ്നേഹവും പിന്തുണയുമാണെന്നും അതിന് വാക്കുകൾ കൊണ്ട് നന്ദി പറയുന്നത് അപൂർണമാണെന്നും അവർ കുറിച്ചു. താൻ ഒരു സ്ഥാനവും ആഗ്രഹിക്കുന്നില്ലെങ്കിലും സംഘടനയുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് മികച്ച രീതിയിൽ മുന്നോട്ടു പോകട്ടെ എന്ന് ആശംസിച്ചു. കൂടാതെ ഭരണ നേതൃത്വത്തിലേക്ക് ശക്തവും കരുണയും ആർജവുമുള്ള പുതിയൊരു യുവനിര കടന്നു വരട്ടെ എന്നും അൻസിബ കൂട്ടിച്ചേർത്തു. നിലവിൽ സംഘടനയുടെ ഭരണം സുഗമമാക്കാൻ ഒരു അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. രമേശ് പിഷാരടിയുടെ നേതൃത്വത്തിലുള്ള ഈ കമ്മിറ്റിയിൽ മുൻ മന്ത്രി ഗണേഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ അംഗങ്ങളാണ്. 4 മാസത്തെ കാലാവധിക്കുള്ളിൽ പുതിയ ഭരണസമിതിയെ കണ്ടെത്താനുള്ള തിരഞ്ഞെടുപ്പ് നടപടികളിലേക്ക് അമ്മ കടക്കുകയാണ്. അൻസിബയുടെ പിന്മാറ്റത്തോടെ ഇനി ആരായിരിക്കും സംഘടനയുടെ തലപ്പത്തേക്ക് വരിക എന്നത് വലിയൊരു ചോദ്യചിഹ്നമായി തുടരുകയാണ്.